നിസ്സഹായരായ ഫലസ്തീൻ ജനതയെ പെട്ടെന്ന് കൊന്നു തീർക്കാൻ ഇസ്രയേലിനോട് ആണവ ആക്രമണം നടത്താൻ ഉപദേശിച്ചിരിക്കുകയാണ് അമേരിക്കൻ സെനറ്റർ ലെൻസ് ഡെ ഗ്രഹാം. ഇപ്പോൾ തന്നെ ഏകദേശം 35,000-ഓളം പച്ച മനുഷ്യർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഗസയിൽ. ഇപ്പോൾ റഫ ആക്രമിക്കാൻ ഇസ്രയേൽ വേഗത കൂട്ടിക്കൊണ്ടിരിക്കുകയുമാണ്. ഇതിനിടെ ആണവാക്രമണം കൂടി താങ്ങുവാനുള്ള ശേഷി ആ പ്രദേശത്തിനോ ജനതക്കോ ഇല്ല. രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന കാലഘട്ടം. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ജപ്പാനെ ആക്രമിച്ചത് ആണവായുധം പ്രയോഗിച്ചായിരുന്നു. അമേരിക്കയിലെ പ്രസിദ്ധമായ പേൾ ഹാർബർ നാവികസേന ആസ്ഥാനം ആക്രമിച്ച് മുന്നേറിയ ജപ്പാനെ ഒടുവിൽ അമേരിക്ക കീഴ്പ്പെടുത്തിയത് ആണവാക്രമണത്തിലൂടെയാണ്. ഹിരോഷിമയും നാഗസാക്കിയും ഇന്നും ലോകത്തിനു മുൻപിൽ ചോദ്യചിഹ്നമായി തുടരുകയുമാണ്. എത്രമാത്രമാണ് അമേരിക്കൻ ഭരണകർത്താക്കൾക്കുള്ളിൽ ഫലസ്തീൻ വിരുദ്ധത കടന്നുകൂടിയിരിക്കുന്നതിൻ്റെ കൊടിയ ഉദാഹരണം കൂടിയാണ് ഇത്. അതേസമയം തന്നെ ഗസയിൽ ഇസ്രയേലിൻ്റെ നരനായാട്ട് തുടരുകയുമാണ്. ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇന്ത്യക്കാരനായ സന്നദ്ധ പ്രവർത്തകൻ മരിച്ചു എന്ന വാർത്ത ഏറ്റവും പുതുതായി പുറത്തു വരികയാണ്. UN സന്നദ്ധ പ്രവർത്തകനായ വൈഭവ് അനിൽ കാലെയാണ് കൊല്ലപ്പെട്ടത്. UN സ്റ്റിക്കറുകൾ പതിപ്പിച്ച വാഹനത്തിന് നേരെ നടത്തിയ ആക്രമണമാണ് അനിലിൻ്റെ മരണത്തിൽ കലാശിച്ചത്. റഫയിൽ നിന്ന് ഖാൻ യൂനിസിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് സഞ്ചരിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. ഇസ്രായേൽ ആക്രമണത്തിൽ ആദ്യമായാണ് ഒരു വിദേശി UN പ്രവർത്തകൻ കൊല്ലപ്പെടുന്നത്. UN വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ പ്രവർത്തകൻ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. ഒക്ടോബർ 7 മുതൽ ആരംഭിച്ച ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന ആദ്യ വിദേശ സന്നദ്ധ പ്രവർത്തകൻ. UN ഉദ്യോഗസ്ഥർ ദുരന്ത വാർത്തയെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ മാസമാണ് വൈഭവ് അനിൽ കാലെ ഗാസയിലെ UN സുരക്ഷാ സേവന കോർഡിനേറ്ററായി പ്രവർത്തനം ആരംഭിച്ചത്. വാഹനത്തിൽ UN ദൗത്യം എന്ന് വ്യക്തമാക്കുന്ന അടയാളങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടും ഇസ്രയേൽ ആക്രമണത്തിന് വിധേയമാവുകയായിരുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വാഹനത്തിൻ്റെ മുൻഭാഗത്തും വാതിലുകളിലുമെല്ലാം UN പതാക പതിപ്പിച്ചിരുന്നു. വെള്ള വാനിൻ്റെ പിൻവശത്തെ ഗ്ലാസിൽ ബുള്ളറ്റ് തുളച്ചു കയറിയതിൻ്റെ പാടുകളും ദൃശ്യമാണ്. തന്ത്രപ്രധാനമായ സലാഹ് അൽദിൻ റോഡിന് കിഴക്കുള്ള സമീപ പ്രദേശങ്ങളിൽ ഇസ്രയേൽ പ്രതിരോധ സേന IDF പിടിമുറുക്കിയിരിക്കുകയാണ്. ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റഫായിൽ വ്യോമാക്രമണങ്ങളും വ്യാപകമാക്കിയിട്ടുണ്ട്. മുനമ്പിൻ്റെ വടക്കൻ മേഖലയിലെ ജബലിയ, ബൈത്ത് ലാഹിയ എന്നിവിടങ്ങളിലും ആക്രമണം ശക്തമാണ്.